സാമൂതിരിയുടെ ഇടതിനും ഐക്യജനാധിപത്യ മുന്നണിക്കും മാറി മാറി അവസരങ്ങൾ കൊടുത്ത പഴയ കോഴിക്കോട്. പക്ഷേ ആ പഴയ കോഴിക്കോടല്ല, പുതിയ കോഴിക്കോട്. അത് MK രാഘവന്റെ കോഴിക്കോടാണെന്ന് പറയുന്നു UDF. എന്നാൽ ഹാട്രിക് വിജയം UDFന് സമ്മാനിച്ച കോഴിക്കോടിനെ തിരിച്ചുപിടിക്കുമെന്നുള്ള ഉറപ്പിലാണ് LDF. BJPയും കളത്തിലിറക്കിയിരിക്കുന്നത് കരുത്തനെ തന്നെയാണ്. MT രമേശ് തൊട്ടപ്പുറത്ത് സംസ്ഥാന അധ്യക്ഷൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ വരുമ്പോൾ ദേശീയ ചിത്രം മാറി മറിയുമ്പോൾ ഒരു പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ജയിലിനുള്ളിൽ കിടന്ന് ഈ രാഷ്ട്രീയത്തെ നിശ്ചയിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്ത് മാറ്റമായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ? ഇലക്ടറൽ ബോണ്ട് വിഷയങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ, പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടവിജ്ഞാപനം നിലനിൽക്കുമ്പോൾ, അരവിന്ദ് കെജ്രിവാൾ ജയിലിനുള്ളിൽ കിടക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കൂടുതൽ സർപ്രൈസുകൾ കാഴ്ചവെക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ ചർച്ച ആരംഭിക്കുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്നുമാണ് റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ചർച്ചയിൽ നമുക്കൊപ്പം NDA പ്രതിനിധി VK സജീവൻ, UDF പ്രതിനിധി നിജേഷ് അരവിന്ദ്, LDF പ്രതിനിധി M ഗിരീഷ് എന്നിവർ ചേരുന്നു. ആദ്യം നേരിട്ട് നിജേഷിലേക്ക്. നിജേഷ്, നിങ്ങളുടെ തൊട്ടടുത്ത മണ്ഡലത്തിൽ, അതായത് വയനാട്ടിൽ BJP നിർത്തിയിരിക്കുന്നത് അവിടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ്, രാഹുൽ ഗാന്ധിയെ. മത്സരം തമാശയെ കാണുന്നില്ല BJP. ഇക്കുറി വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നു. മറുഭാഗത്ത് അരവിന്ദ് കെജ്രിവാൾ ജയിലിനുള്ളിൽ കിടന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തിരഞ്ഞെടുപ്പിൽ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രധാന ചോദ്യം ഇതാണ്: കോഴിക്കോട് ഇത്തവണ ഹാട്രിക്കിനു ശേഷം മാറ്റമുണ്ടാക്കുന്നു എന്നാണ് LDF ക്യാമ്പ് പറയുന്നത്. ശരിയാണോ? കഴിഞ്ഞ 3 തവണയും ജയിക്കുമെന്ന് പറഞ്ഞ മുന്നണിയാണ് LDF. ആദ്യത്തെ തവണ 838 വോട്ടിനും, രണ്ടാമത്തെ തവണ 16,000 വോട്ടിനും, മൂന്നാമത്തെ തവണ 86,000 വോട്ടുകൾക്കുമാണ് രാഘവേട്ടൻ ജയിച്ചത്. യെസ്, അതിനെ ഏത് ഗ്രാഫ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് വലിയ ഉയർച്ചയിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ തവണ രാഘവേട്ടൻ വന്ന് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളായിരുന്നു, ബോർഡായിരുന്നു. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബോർഡ് കണ്ടിട്ടില്ല. രണ്ടാമത്തെ ഇലക്ഷന്റെ അവസാന ഘട്ടത്തിലായപ്പോൾ രാഘവേട്ടനെതിരെ വീണ്ടും ബോർഡുകൾ വന്നു, അഴിമതിക്കാരനാണ്, അതാണ് ഇതാണ്, കണ്ടില്ല. മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഗിരീഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ #, കള്ളനാണ് രാഘവൻ എന്നായിരുന്നു. അദ്ദേഹത്തിനെതിരെ കേസുണ്ട് എന്നാണ്. ആ ഇലക്ഷനിൽ 86,000 ശേഷം ആ കള്ളൻ എന്ന് പറഞ്ഞ് കേട്ടില്ല. ഇനി ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത പ്രചരണമാണ്. ഏത് പ്രചരണത്തിനെയും അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം കോഴിക്കോട്ടെ ജനങ്ങൾ രാഘവട്ടന് കൊടുത്തിട്ടുണ്ട്. അത് 86,000-നും അപ്പുറത്തേക്ക്, ലക്ഷം കഴിയുന്ന ഭൂരിപക്ഷത്തേക്ക് മാറുമെന്നാണോ ട്രെൻഡ്? തീർച്ചയായിട്ടും. ഞങ്ങളും വടകരയും തമ്മിൽ ഒരു ചെറിയ കോമ്പറ്റീഷനാണ്. 83-ഉം 86-ഉം രണ്ടും 1,00,000-ന് അപ്പുറത്തേക്ക് പോകും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച ആത്മവിശ്വാസം. നോക്കൂ ഗിരീഷ്, വലിയൊരു ആത്മവിശ്വാസമാണ്. വടകരയിലും ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം 1,00,000-ന് മുകളിൽ പോയേക്കാം. ഇവിടെ കോഴിക്കോട് MK രാഘവന്റെ ഭൂരിപക്ഷം 1,00,000-ന് മുകളിൽ പോയേക്കാം. പരാജയപ്പെടുന്നത് ചെറിയ സ്ഥാനാർത്ഥിയല്ല, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട CPM-ലെ ഏറ്റവും സംഘടനയിൽ ഉയർന്നു നിൽക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും. അങ്ങനെ എന്നാൽ പരാജയപ്പെടുക സാധ്യത എത്രത്തോളമുണ്ട്? സ്വപ്നം കാണുമ്പോൾ ഈ കോഴിക്കോട്ട് കടപ്പുറത്ത് കിടന്നുറങ്ങുമ്പോഴേ ചുരുണ്ട് കിടക്കേണ്ട കാര്യമില്ല, നീണ്ടു തന്നെ കിടക്കാം. ലക്ഷങ്ങളോ അതിന്റെ മുകളിലോ എത്രയും സ്വപ്നം കാണാം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമെല്ലാം മാറി, കോഴിക്കോട് മാറി. 15 വർഷക്കാലമായി ഈ കോഴിക്കോടിന് നഷ്ടപ്പെട്ട വർഷങ്ങളായിരുന്നു ഒരു MP-യെ സംബന്ധിച്ചെന്ന് കോഴിക്കോട്ടെ ജനങ്ങൾ വിലയിരുത്തുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രഗത്ഭനായ നേതാവിനെ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. 5 വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റിനകത്ത് കോൺഗ്രസും BJPയും ഒന്നിച്ചു നിന്നപ്പോൾ എല്ലാ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായും വർഗീയ നിലപാടുകൾക്കെതിരായും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച, പോരാട്ടം നടത്തിയ ഇളമരം കരീം എന്ന് പറയുന്ന ദേശീയ നേതാവിനെ തന്നെ ഞങ്ങൾ ഇവിടെ നിർത്തിയത്. ജയിക്കാൻ തന്നെയാണ്. 1,20,000 വോട്ടിന്റെ വ്യത്യാസം നിയമസഭാ സെഗ്മെന്റിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിനുണ്ട്. പക്ഷെ എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നു സാർ. എല്ലാ കാലങ്ങളിലും കോഴിക്കോട് അങ്ങനെ നിയമസഭയിൽ LDF-നെയും പാർലമെന്റിൽ UDF-നെയും പിന്തുണയ്ക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്? അതെ, അതെല്ലാം മാറുകയാണ്. രാഷ്ട്രീയ സാഹചര്യം മാറുകയാണ്. 2019 സാഹചര്യം അല്ല ഇപ്പം. രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുകയോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? CPM വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ കയ്യും പിടിച്ച് ഡൽഹിയിൽ മത്സരിക്കുന്നില്ല. ഇന്ത്യ മുന്നണി പറയാം. ഇന്ത്യ മുന്നണി ശശി തരൂർ പറഞ്ഞല്ലോ 2004 ആവർത്തിക്കുന്ന. എന്താ 2004 എന്ന് പറഞ്ഞാൽ 2004 കേരളത്തിൽ 18 സീറ്റ് ഇടതുപക്ഷം ജയിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോണിയാഗാന്ധി റിസൾട്ട് വന്നപ്പോൾ നേരെ ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ വീട്ടിലേക്ക് പോയി ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. സീതാറാം യെച്ചൂരിയുടെ വീട്ടിലേക്ക് പോകും എന്നുള്ളത് മാത്രമല്ല,
അന്നത്തെ കോൺഗ്രസിനേക്കാളും ദുർബലമാണ് ഇന്നത്തെ കോൺഗ്രസ്. 2 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇപ്പൊ കോൺഗ്രസ് ഉള്ളൂ. ഹിമാചൽ പ്രദേശിൽ വിൽക്കാൻ വെച്ചു, 8 വിറ്റു, ബാക്കി വിൽക്കാൻ വെച്ചിരിക്കുക. BJP എപ്പോഴാണ് വേണ്ട വെച്ചാൽ വാങ്ങിക്കോളും. ഇനി ആകെ കർണാടകയിലും തെലങ്കാനയിലും മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് ദുർബലമായി കഴിഞ്ഞു. സംശയത്തില്ല, ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പരാജയം സമ്മതിച്ചു. കോൺഗ്രസ് പരാജയപ്പെടും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവില്ല, കോൺഗ്രസിന്റെ മയ്യത്തെടുക്കാൻ പോകുന്നു എന്ന് KK ബാലനെ പോലുള്ള നേതാക്കൾ പറയുമ്പോൾ നിങ്ങൾ മത്സരത്തിന് മുമ്പ് തന്നെ പരാജയം സമ്മതിച്ചു. സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പ്രബലമായ സംസ്ഥാനങ്ങളിൽ മതനിരപേക്ഷ പാർട്ടികൾ ഉയർന്നു വരും. 82 സീറ്റുള്ള ഉത്തർപ്രദേശിനകത്ത് സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും ചേർന്നാൽ സീറ്റുകൾ തൂത്തുവാരും. തമിഴ്നാട് തൂത്തുവാരും. ബംഗാളിൽ ആവട്ടെ അവിടത്തെ പോരാട്ടം മതനിരപേക്ഷ കക്ഷികളെ കൂട്ടിയോജിപ്പിക്കുന്നതിന് പ്രവർത്തനം നടത്തുന്നു. ബീഹാറിൽ ഉൾപ്പെടെ ചെറിയ ഇപ്പൊ അതെല്ലാം ഇന്ത്യൻ ജനത ഇന്ത്യയിലെ മതനിരപേക്ഷ പാർട്ടികൾ ഈ കോൺഗ്രസിനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നു. BJPയുടെ ജനവിരുദ്ധ നയങ്ങൾക്കും രാഷ്ട്രവിരുദ്ധ നയങ്ങൾക്കും എതിരായി അവർ പ്രതികാരം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. ആ സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്തെ മതനിരപേക്ഷ പാർട്ടികൾ വലിയ ശക്തിയായി വരും. അവരെയെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഉത്തരവാദിത്തം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 2004 ഇടതുപക്ഷം ഏറ്റെടുക്കും. ഒരു മതനിരപേക്ഷ സർക്കാർ ഇന്ത്യ രാജ്യത്ത് രൂപം കൊള്ളും. പക്ഷേ നിങ്ങൾ അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുമ്പോ ഈനാമ്പേച്ചിയും തേളും ഒക്കെ ആയിട്ടാണ് മത്സരിക്കേണ്ടി വരുമെന്നാണ് AK ബാലൻ പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. ശരി, ആ ആത്മവിശ്വാസം CPM-ന് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു എന്റെ ചോദ്യം. ഞാൻ വരാം VK സജീവൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക്. നിങ്ങൾ K സുരേന്ദ്രനെ കൂടി മത്സരക്കളത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു സുരേന്ദ്രൻ്റെത്. പക്ഷേ വയനാട് പോലൊരു മണ്ഡലത്തിൽ നിങ്ങൾ K സുരേന്ദ്രനെ നിർത്തണമെങ്കിൽ അമിതമായ ഒരു ആത്മവിശ്വാസം വേണം. നിങ്ങൾ K സുരേന്ദ്രനെ ശരിക്കും പറഞ്ഞാൽ ആ മണ്ഡലത്തിൽ ബലി കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഞങ്ങൾ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നുള്ളത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് വയനാട്ടിൽ ഇറക്കിയിരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ 2004 ആവർത്തിക്കാനാണല്ലോ ഇവർ രണ്ടു കൂട്ടരും സ്വപ്നം കാണുന്നത്. 2004 മുതൽ 2014 വരെയുള്ള ഇന്ത്യ രാജ്യത്തെ ഭരണത്തിന്റെ ഫലമായിട്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതി രാജ്യമായിട്ട് ഈ രാജ്യം മാറുകയാണ് ചെയ്തത്. ഇന്ന് അഴിമതി രാജ്യങ്ങളുടെ പട്ടികയിൽ 100 രാജ്യങ്ങളുടെ പട്ടികയിൽ പോലും ഇന്ത്യയില്ല. ആ അഴിമതി രഹിതമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഇന്ത്യക്ക് വേണ്ടിയാണ് ദേശീയ തലത്തിൽ ഞങ്ങൾ പോരാടുന്നതെങ്കിൽ ഇതാ ഈ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പം ഈ 2 മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ, ആ കമ്മ്യൂണലിസ്റ്റ് കോൺഗ്രസ് മുന്നണി C-ക്യൂബ് മുന്നണിയാണ് ഇവർ. കാരണം തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ അവരൊന്നാണ്, ദേശീയ തലത്തിൽ അവരൊന്നാണ്, അവരെ പല നേതാക്കന്മാരും സൗഹൃദ മത്സരമാണ് നടത്തുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടെ ഇവർ രണ്ടുപേരും വന്ന് നടത്തുന്ന വാചാടോപങ്ങളിൽ ജനങ്ങൾ വീഴില്ല. ഈ രാജ്യത്ത് വികസനം പ്രദാനം ചെയ്യണമെങ്കിൽ ഈ കോഴിക്കോടിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ, കോഴിക്കോട് ഇന്നത്തെ ഉദാഹരണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വികസനം സാധ്യമാകണമെങ്കിൽ നരേന്ദ്രമോദി ഈ കേന്ദ്രത്തിൽ വരണം. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു MP ഇവിടെ നിന്ന് ജയിച്ചു പോകണമെന്നുള്ള യാഥാർത്ഥ്യബോധത്തിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ പതിവ് പല്ലവികൾ, പതിവ് നാടകങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങൾ വരുമ്പോൾ, ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ, അരവിന്ദ് കെജ്രിവാളിനെതിരെ ED ഉപയോഗിച്ചുള്ള അന്വേഷണം പുറത്തു വരുമ്പോൾ, ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ദേശീയ പശ്ചാത്തലം വരുമ്പോൾ, പ്രാദേശിക കക്ഷികൾ എല്ലാവരും കൂടി ഒരുമിച്ച് 31-ാം തീയതി ഒരു മഹാറാലി സംഘടിപ്പിക്കാൻ പോകുന്നുണ്ട് VK സജീവൻ. അതിന്റെ അലയൊലികൾ കോഴിക്കോടും ഉണ്ടാവൂലേ? റാലികളൊക്കെ കോഴിക്കോട്, ഡൽഹിയിൽ മാത്രമല്ല, കോഴിക്കോട് ഇപ്പൊ റാലികളുടെ പ്രവാഹമാണല്ലോ. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഏതായാലും ഒരു കാര്യം സമ്മതിച്ചല്ലേ പറ്റുള്ളൂ, 12,000 കോടി വൈറ്റായോ? 12,000 കോടി വൈറ്റായോ? അതിൽ BJPക്ക് മാത്രമല്ലല്ലോ കിട്ടിയിരിക്കുന്നത്, എല്ലാ പാർട്ടികളും, അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും BJPക്കും കിട്ടി. അതെങ്ങനെയാണ് കള്ളപ്പണാവുന്നത്? തെറ്റിദ്ധരിപ്പിക്കരുത്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സുതാര്യമായി വ്യക്തികളും സ്ഥാപനങ്ങളും ഓരോ പാർട്ടിക്കും കൊടുത്ത പൈസയെ കുറിച്ച് കണക്കിപ്പോ വ്യക്തമാക്കിയിരിക്കുകയാണ്.
സുപ്രീം കോടതി പറഞ്ഞത് രണ്ട് വശമാണ്. അതിനകത്ത് SBI ഏതൊക്കെ പാർട്ടികൾ ഏതൊക്കെ സ്ഥാപനങ്ങൾ എത്ര ബോണ്ട് എടുത്തു എന്നുള്ള വശത്തെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ സംശയം. രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര രൂപയാണ് നൽകിയത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സുതാര്യത ഉണ്ടാവുകയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. സുതാര്യത ഉണ്ടാവുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതാക്കി സാർ. സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതാക്കി. എന്തുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതാക്കിയത്? ഇതൊരു സിസ്റ്റമാറ്റിക് പൊളിറ്റിക്കൽ കറപ്ഷൻ ആണ്. നിങ്ങൾ കറപ്ഷനെ രാഷ്ട്രീയവൽക്കരിച്ചു, അതാണ് സംഭവിച്ചത്. 6060 കോടി പറഞ്ഞിട്ടില്ല, അങ്ങനെ വ്യാഖ്യാനിക്കരുത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ള ചില്ലിക്കാശിന്റെ കണക്ക് പോലും ഇന്ന് പൊതുസമൂഹത്തിൽ വ്യക്തമാണ്. സാധാരണ രീതിയിൽ അങ്ങനെയല്ലല്ലോ കൊടുക്കുക. BJP വ്യക്തമാക്കിയിട്ടില്ല. കോടതി ഇടപെടേണ്ടി വന്നു. SBIക്ക് 2 തവണ കണ്ണുരുട്ടി വടിയെടുത്തു. അപ്പോഴാണ് SBI കണക്ക് പറഞ്ഞത്. അങ്ങനെയല്ല, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ സ്ഥാപനങ്ങളൊക്കെ കൊടുത്ത കണക്കിനെ സംബന്ധിച്ച് പെട്ടെന്ന് കണക്ക് തരാം. പക്ഷേ ഇവരെടുത്തിട്ടുള്ള ബോണ്ടിനെ സംബന്ധിച്ചിട്ട് സമയം ആവശ്യപ്പെടുകയാണ് SBI ചെയ്തത്. തെറ്റിദ്ധരിപ്പിക്കുന്ന ജനങ്ങളെ. അത് രണ്ട് വശമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചിട്ടുള്ള പണത്തെ സംബന്ധിച്ച് ആർക്കും സംശയമില്ല. സുപ്രീം കോടതി സംശയമില്ല. 570 കോടി രൂപ ആദായമുള്ള ഒരു കമ്പനി, ടേൺ ഓവർ ഉള്ള കമ്പനി 1300 കോടി രൂപ എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി നിങ്ങൾക്ക് തരിക? അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ അത് കമ്പനിയാണ്. രണ്ടാമത്തെ വശത്തെ കുറിച്ചല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന പണത്തെ സംബന്ധിച്ച് സുതാര്യത വേണോ വേണ്ടിയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്ക് കോൺഗ്രസ് വ്യക്തമാക്കുന്നില്ല. 12,000 കോടി കൊടുത്തു എന്ന് പറയുന്നത് അത് സുതാര്യമായിട്ടാണ് കൊടുത്തത്. കോൺഗ്രസ് പറയുന്നത് അല്ലാതെ പൈസ വേണമെന്നാണോ? അത് വേണം, നമുക്ക് ചോദിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒരുപക്ഷെ BJPയുടെ മാരക പ്രഹരശേഷി ആകുമായിരുന്നത് ഇലക്ട്രൽ ബോണ്ടാണ്. പക്ഷേ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ നിങ്ങൾക്കടക്കം ഇപ്പം മിണ്ടാട്ടം നിലച്ചിരിക്കുകയാണ്. കാരണം എന്താ? നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ മാത്രമല്ല, അങ്ങ് റോബർട്ട് വദ്രയുടെ DLF വരെ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിരിക്കുന്നു BJPക്ക്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയുക? അതായത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയൊരു സുവർണാവസരം നിജേഷ് നിങ്ങൾ പാഴാക്കി കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഏത് അജണ്ടയുമായിട്ടാണ്? ഒന്ന്, ഇലക്ട്രൽ ബോണ്ടുമായി BJPയുടെ നേതാവ് പറഞ്ഞതിൽ ചെറിയ ചില ക്ലാരിറ്റികൾ ആവശ്യമുണ്ട്. ഒരു കാര്യം അദ്ദേഹം സമ്മതിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം നരേന്ദ്രമോദി വാളെടുത്ത് ഇറങ്ങിയത് കള്ളപ്പണം ഇല്ലാതാക്കാനാണ്. ഒരു 10 വർഷം കൊണ്ട് ഞങ്ങൾ അത് വെളുപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഇത്രയും പരസ്യമായി പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അല്ല, ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഈ പണം ഈ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ മേടിച്ചിട്ടുണ്ടല്ലോ. എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട്. CPM വാങ്ങിച്ചിട്ടില്ല. CPM വാങ്ങിച്ചിട്ടില്ല. അല്ല, പക്ഷേ DMKക്ക് കിട്ടിയ പണത്തിന്റെ വിഹിതം ഭരണകക്ഷിയായിട്ടുള്ള BJPക്കാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവർക്ക് ആർക്കും അതിനെതിരായിട്ട് സംസാരിക്കാൻ യാതൊരു അവകാശമില്ല. അല്ല ഗിരീഷേ, ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ. പ്രിയപ്പെട്ട സജീവൻ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രീയമായ അഴിമതിയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്നത്. അല്ല, മുഴുവൻ കേൾക്കുന്നേ, നിങ്ങൾ ബേജാറാവല്ല സജീവേട്ടാ. 400 കോടി രൂപ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് അത് മേടിക്കരുതായിരുന്നല്ലോ. ജനങ്ങളുടെ മുന്നിൽ കണക്കുണ്ട്. അതിൽ കൂടുതൽ മേടിച്ചത് ഭരണ പാർട്ടിയായിട്ടുള്ള BJP ആണ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഞാൻ പഠിച്ച മലയാളത്തിൽ സുതാര്യം എന്ന് പറഞ്ഞാൽ ഇതല്ല. ഈ കള്ളപ്പണം വാങ്ങി വെക്കുന്ന അല്ല സജീവേട്ട സുതാര്യം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഒരു മിനിറ്റ് കേക്ക്, ഒരു മിനിറ്റ്. 400 കോടി, ഒരു മിനിറ്റ്. നിങ്ങളൊരു മോദിയാവല്ലെന്ന്. നിങ്ങൾ അസഹിഷ്ണുത കാണിക്കല്ലേ? ഞാൻ പറയാം, നിങ്ങൾ വികാരങ്ങളല്ലേ? ഞാൻ കേട്ടു. ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക്. 400 കോടി രൂപ വരുമാനമുള്ള സാന്റിയാഗോ മാർട്ടിൻ 1300 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു. എവിടുന്നാണ് മിസ്റ്റർ സജീവൻ ഈ പൈസ? അതൊന്ന് പറഞ്ഞു തന്നാൽ മതി. 2, നമ്മളൊക്കെ കോവിഡ് കാലത്ത് ബുദ്ധിമുട്ടിയ ആളുകളാ, അല്ലാതെ ബുദ്ധിമുട്ടിയ ആളുകളാ. ആ കാലഘട്ടത്തിലാണ് മിസ്റ്റർ സജീവൻ 3 കമ്പനികളെ, സിപ്ലയെ, ഹെട്രോ ലാബ്സിനെ, സൈഡസ് ഹെൽത്ത് കെയറിനെ, നിലവാരം കുറഞ്ഞ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിന്റെ പേരിൽ CBI കേസുണ്ടാക്കിയത്, അറസ്റ്റ് ചെയ്തു. ആ കേസ് ഇന്ന് എവിടെ എത്തി? ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹെട്രോ ലാബ്സ് കൊടുത്തത് ചില്ലറ പൈസ 24 കോടി രൂപ. ആർക്കാണ്? BJPക്ക്. സിപ്ല ഒരു തവണ 14,
രണ്ടാമത്തെ തവണ 25, മൂന്നാമത്തെ സൈഡസ് കൊടുത്തത് 29.5 കോടി. മിസ്റ്റർ സജീവൻ, കോഴിക്കോട്ടങ്ങാടിയിൽ പെടഞ്ഞു വീണ് മരിച്ച മനുഷ്യരുടെ ശവത്തിൽ നിന്നാണ് നിങ്ങൾ ഈ പൈസ വാങ്ങി വെച്ചത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇതുപോലെ അഴിമതി നടത്തിയ, ഇതുപോലെ കള്ളപ്പണം പോക്കറ്റിലാക്കിയ ഒരു ചരിത്രം ഇന്ത്യയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. എത്രയേറെ സംഭവിച്ചു. അത് BJP-ക്കെതിരെയുള്ള ആരോപണം. 6060 കോടി അവർ പറ്റി, നിങ്ങൾ 1360 കോടി പറ്റി. അവിടെ ഞാൻ ചോദിക്കുന്നത് 1698 കോടി രൂപ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിന്റെ പിറ്റേ ദിവസം, 5000 കോടി രൂപ CBI റെയ്ഡിന്റെ പിറ്റേ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുത്തതിന്റെ പേരിലോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് 1 രൂപ വാങ്ങിയതായിട്ട് നിങ്ങൾ പറഞ്ഞാൽ അവിടെയാണ് ഒരു പ്രശ്നം. അധികാരത്തിലിരിക്കുന്നവർക്ക് പണം കൊടുത്താൽ ഏതെങ്കിലും നയപരമായ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് എന്തിനു പണം തരണം? അല്ല, ഒരു സിസ്റ്റം മാറുന്നു. ഇലക്ട്രൽ ബോണ്ട് ആക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് പ്രകാരം പണം വാങ്ങാമെന്ന് പറയുന്നു. ഞങ്ങൾക്ക് ചില കമ്പനികൾ പണം വാങ്ങാൻ തീരുമാനിക്കുന്നു. ചില കമ്പനികൾ ഞങ്ങൾക്ക് പണം തരും. അല്ല സജീവൻ, ഞാൻ പറഞ്ഞത് കേൾക്ക്. നിങ്ങളല്ല ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതല്ല മിസ്റ്റർ അഴിമതി. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതല്ല അഴിമതി. ഇലക്ട്രൽ ബോണ്ട് കോഴിക്കോട്ടങ്ങാടിയിൽ പണ്ട് പിച്ചാത്തി എടുത്ത് ഗുണ്ടാപ്പിരിവ് നടത്തിയതുപോലെ, ഹഫ്ത നടത്തിയതുപോലെ, കിരീടത്തിലെ കൊച്ചിൻ അനീഫ മോഹൻലാലിന്റെ പിറകെ പോയി പൈസ ചോദിച്ചതുപോലെ ഇന്ത്യയിലെ കുത്തക കമ്പനികളിൽ നിന്ന് ഈ രാജ്യത്തെ ജനതയുടെ നീരെടുത്ത് നിങ്ങൾ കൈക്കൂലി വാങ്ങി മിസ്റ്റർ സജീവൻ. അതിന്റെ ബാക്കി പത്രമാണ് നിങ്ങൾ ഇപ്പൊ പറ്റിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വന്ന വാഹനം, നിങ്ങളുടെ കോഴിക്കോട് തളിയിൽ ഉയർന്ന ഓഫീസ്, നിങ്ങൾ ഇന്ന് 20 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ കൊടുക്കുന്ന പൈസ, ഇതെല്ലാം ഈ രാജ്യത്തെ ജനങ്ങളെ വിറ്റ പൈസയാണ്. അല്ല എന്ന് തെളിയിക്കാൻ പറ്റുമോ സജീവനെ? തെളിയിക്കാൻ പറ്റും. ഈ നിങ്ങളെ ഓൺലൈനിലൂടെ നമോ ആപ്പ് ഇപ്പൊ പരിശോധിക്കുക. ഈ ഇന്ത്യ രാജ്യത്തോ നമോ ആപ്പ് സാർ ആരുണ്ടാക്കിയ ആപ്പ്? നിങ്ങൾ ഈ രാജ്യത്തിന് മുന്നിൽ നിങ്ങൾ SBI ജൂൺ 30 വരെ സമയം ചോദിച്ചെന്തിനാ? നിങ്ങൾ അത് മാത്രം പറഞ്ഞാൽ മതി. ജൂൺ 30 വരെ സമയം ചോദിച്ചെന്തിനാ? എന്നിട്ട് സുപ്രീം കോടതി വടിയെടുത്തപ്പോ പെട്ടെന്ന് കൊടുത്തു. BJP-യുടെ നാഷണൽ കമ്മിറ്റി അല്ല. ജൂൺ 30 വരെ സമയം ചോദിച്ചു. ഞാൻ പറയാം, ഞങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി. ഞങ്ങൾ ഓരോ പ്രവർത്തകന്മാരും മൈക്രോ ഫൈനാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് സുതാര്യമായ രീതിയിൽ ഇപ്പോഴും സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം മാത്രം 2000 കോടി ഉറുപ്പികയാണ് ഈ BJP-യുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. സാധാരണ BJP പ്രവർത്തകന്മാരെ ഡൊണേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം പാർട്ടിക്കുണ്ട്. ഒറ്റ ചോദ്യം. DLF-ൽ റോബർട്ട് വദ്രയ്ക്ക് ഷെയർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ DLF 170 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി BJP-ക്ക് കൊടുത്തത് എന്തിനാണ്? നിങ്ങൾ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ അളിയൻ, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്. ഇത് കള്ളപ്പണമാണെങ്കിൽ ഇത് സർക്കാരിൽ നിന്ന് അവിഹിതമായിട്ട് ഏതെങ്കിലും നയം കിട്ടാനാണെങ്കിൽ DLF കൊടുത്ത പൈസ എന്തിനാ? 2017 14 ലക്ഷം രൂപ ഇൻകം ടാക്സിലേക്ക് അടക്കേണ്ടിയിരുന്ന കോൺഗ്രസിന്റെ 200 കോടി രൂപയുടെ അക്കൗണ്ട് മരവിപ്പിക്കല്ല, ലൂട്ട് ചെയ്തു, കൊള്ളയടിച്ചു. BJP-യുടെ ജില്ലാ പ്രസിഡന്റ് വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ആർജവമുണ്ട് എങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വധേരയുടെ കമ്പനിയുടെ അക്കൗണ്ട് നിങ്ങളൊന്ന് പൂട്ടിക്കത്തില്ല. കാര്യം 170 കോടി നിങ്ങൾ കൊടുത്തു. ചോദ്യം ദേഷ്യം കോൺഗ്രസിനോടാണോ എന്നുള്ള ചോദ്യം. ഇനി സജീവനായിട്ട് ഒന്നുകൂടി ചോദിക്കുന്നു. മിസ്റ്റർ സജീവൻ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ BJP-ക്ക് എവിടെയെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ, ഞാൻ ആരോപിച്ച അഴിമതി ആരോപണങ്ങളിൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമെങ്കിൽ റിപ്പോർട്ടർ ചാനലിന്റെ വേദിയിൽ പറയുന്ന ഒരു കാര്യം നോക്കൂ. 6060 കോടി രൂപ ഭരിക്കുന്ന ഏറ്റവും വലിയ കക്ഷിയായ BJP-ക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 14,000 കോടി പങ്കിട്ടെടുത്തിരിക്കുന്ന രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളാ. അല്ല അരുൺ, ഞാൻ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് ED-യുടെ റെയ്ഡിന് പിറകെ, CBI-യുടെ കേസിന് പിറകെ
ആളുകൾ കൂട്ടമായി നമുക്ക് തന്നെ അറിയാലോ അരവിന്ദ് കേജ്രിവാളിന്റെ കേസ് ജനങ്ങൾ അറിയണമല്ലോ. ഇപ്പൊ ആളുകൾ വിചാരം എന്താ, അരവിന്ദ് കേജ്രിവാൾ എവിടെയോ വീട്ടിൽ വെച്ച് കള്ള് കച്ചവടം നടത്തിയെന്നാ BJP-ക്കാർ പ്രചരിപ്പിക്കുന്നത്. 2022 നവംബർ മാസം 5-ാം തീയതി റെഡ്ഡിയെ അറസ്റ്റ് ചെയ്യുന്നു. ശരത് ചന്ദ്ര റെഡ്ഡിയെ, അരവിന്ദ് ലേബിന്റെ ഉടമസ്ഥനെ. 5 ദിവസം അദ്ദേഹം കസ്റ്റഡിയിൽ. 5-ാം ദിവസം അദ്ദേഹത്തിന്റെ ലേബിൽ ആളുകൾ പോയിട്ട് 5 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് ആർക്ക് കൊടുക്കുന്നു? BJP-ക്ക് കൊടുക്കുന്നു. പിറ്റേ ദിവസം അയാൾ പുറത്തു വരുന്നു. പുറത്തിറങ്ങി 50 കോടി രൂപ കൂടി കൊടുക്കുന്നു. മാപ്പു സാക്ഷിയാകുന്നു. എന്ന് മാത്രമല്ല, ആദ്യത്തെ തവണ പേര് ഒരാളുടെയും എനിക്കറിയില്ല എന്ന് പറഞ്ഞ ആ റെഡ്ഡി എനിക്ക് അരവിന്ദ് കേജ്രിവാളിനെ അറിയാമെന്നും ഞാൻ പണം കൊടുത്തിട്ടുണ്ട് എന്നും BJP പറയിപ്പിക്കുന്നു. ഇത് സജീവ ഗുണ്ടായിസമാണല്ലോ. ഇതൊന്നും ആളുകൾ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. അണ്ണാ ഹസാരെ ഉൾപ്പെടെ ഈ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഇലക്ടറൽ ബോണ്ടാണോ ചർച്ചാ വിഷയമാവുക? അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റിലാക്കി ED-യുടെ അന്വേഷണ ഏജൻസിയുടെ രാഷ്ട്രീയമാണോ ചർച്ചാ വിഷയമാവുക? അതല്ല, നിങ്ങളിപ്പോ ഈ വടക്കൻ കേരളത്തിൽ മാത്രമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബഹുജന റാലി ഉണ്ടല്ലോ, ഈ പൗരത്വ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അതാണോ ചർച്ചയാവുക? വടക്കൻ കേരളത്തിലല്ല റാലി, കൊല്ലത്തുൾപ്പെടെ റാലി വെച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പങ്കെടുത്ത് അടുത്ത ദിവസം കൊല്ലത്ത് റാലി ചേരാൻ വേണ്ടി പോകുന്നു. അതിന് വടക്കൻ കേരളമല്ല, കേരളമാണ് പ്രശ്നം. 2 ഇലക്ട്രൽ ബോണ്ടിന്റെ ഞാൻ പറയട്ടെ നിങ്ങൾ പറയുമ്പോൾ ഒന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ പറയുമ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയില്ല, ഞാൻ പറയട്ടെ. നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടിയില്ല. നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടിയില്ല. എല്ലാ ചോദ്യത്തിനും മറുപടി പറയാം. പറഞ്ഞോളൂ. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ പറഞ്ഞല്ലോ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം. ഒരു ഉദാഹരണം പറഞ്ഞു. മോഹൻലാലിന്റെ പിന്നാലെ പോകുന്ന കൊച്ചിൻ ഹനീഫ. മോഹൻലാൽ ഇതാ നിൽക്കുന്നു, കൊച്ചിൻ ഹനീഫ ഇതാ നിൽക്കുന്നു. രണ്ടിനെയും കൂടി കൂട്ടിയിട്ട് ഒക്കെ കൂടി കൂട്ടിക്കെട്ടാൻ കോടതിയിൽ പോയത് CPIM ആണ്. ഒരു പൈസ ഞങ്ങൾ വാങ്ങിയിട്ടില്ല. 3 നിങ്ങൾ ചോദിക്കുന്നു എന്താ പ്രശ്നം? പ്രശ്നം 1, കഴിഞ്ഞ 5 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുകളിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നയങ്ങൾ. 2, കോൺഗ്രസ് അതിനോട് കൂട്ടുനിന്നതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, സമരങ്ങൾ, ജനങ്ങളുടെ അനുഭവങ്ങൾ. 3, ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ മതനിരപേക്ഷതയും തകർക്കുന്ന BJP-യുടെ നിലപാടുകൾ. കോൺഗ്രസ് അതിനോട് കൂടെ നിന്നത്. ഇതിനെതിരായി പോരാടിയ ഇടതുപക്ഷം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കുക, ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുക, ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം. ആരാണോ ജയസാധ്യതയുള്ള അല്ലാത്ത പാർട്ടി മറ്റവരെ പിന്നാലെ പോകണോ തീരുമാനിച്ചവർ ഇവരാണ്. അതുകൊണ്ട് ആ ഉദാഹരണം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. നിങ്ങളാണ് യഥാർത്ഥത്തിൽ കൊച്ചി ഹനീഫ CPM ആണോ എന്നുള്ളതാണ് ചോദ്യം. കാരണം എന്താ, ജയിക്കുന്നയാളാണ് നമ്മുടെ ആള്. ഇനി ആരുണ്ടോ ഞങ്ങളെ നേരിടാൻ എന്ന് പറഞ്ഞു ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കൈ പിടിച്ചേക്കുന്നത് നിങ്ങളല്ലേ? നിങ്ങളല്ലേ? ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷം എടുത്ത നിലപാടുണ്ട്. ഇന്ത്യ രാജ്യത്ത് അധികാരത്തിന്റെ പിന്നാലെ ഒരു കാലത്തും ഇടതുപക്ഷം പോയില്ല. 1996 പ്രധാനമന്ത്രി പദം കൊണ്ടുപോയി വെച്ചെന്ന ഒഴിവാക്കിയതാ. 2004 4 MP-മാർക്ക് ഒരു ക്യാബിനറ്റ് റാങ്ക് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വേണ്ടെന്ന് പറഞ്ഞതാ. 44 ഞങ്ങളുടെ MP-മാർ, ഇടതുപക്ഷത്തിന്റെ MP-മാർ കോൺഗ്രസിനെ തോൽപ്പിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയിട്ട BJP അധികാരത്തിൽ വരാതിരിക്കാൻ ഞങ്ങൾ പിന്തുണ കൊടുത്ത 62 MP-മാർ. ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, CPIM-നെ സംബന്ധിച്ച് അധികാര രാഷ്ട്രീയത്തിന് പിന്നാലെ പോയിട്ടില്ല. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഈ രാജ്യത്തെ ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾ ഞങ്ങൾ നടത്തും. എനിക്ക് BJP-യുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധികളോടാ ചോദിക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ന് ഇപ്പം ഇവിടെ M. ഗിരീഷ് പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി നേരിടുന്നത് മതേതരത്വമാണ്. ഇന്ത്യയുടെ മതേതരത്വം വെല്ലുവിളി നേരിട്ടത് 1949 ബാബരി മസ്ജിദിനകത്ത് ഭൂജാതമായ വിഗ്രഹമായിരുന്നു. ആ വിഗ്രഹം നെഹ്റു എടുത്ത് വലിച്ചെറിയാൻ പറഞ്ഞപ്പോൾ അവിടുത്തെ UP സർക്കാരും കേന്ദ്ര സർക്കാരും അതിനെ പിന്തുണച്ചതിന്റെ ഭാഗമായിട്ടാണ് ബാബരി മസ്ജിദ് തകർക്കുകയും ആയിരക്കണക്കിന് ആളുകൾ ഈ രാജ്യത്ത് കൊല ചെയ്യപ്പെടുകയും ശേഷം BJP അധികാരത്തിൽ വരുന്നതിലേക്ക് എത്തുകയും ചെയ്തത്. അന്ന് മതേതരത്വം വെല്ലുവിളി നേരിടുമ്പോൾ കോൺഗ്രസ് മൗനമായി നിന്നു. മറ്റൊന്ന്, ഗോവധം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് കോൺഗ്രസ് ആയിരുന്നു. ആ കോൺഗ്രസിന്റെ പിന്തുണയുടെ ഭാഗമായിട്ടാണ് BJP മനുഷ്യരെ പശുവിന്റെ പേരിൽ ഈ രാജ്യത്ത് പെഹ്ലുഖാൻ, മുഹമ്മദ് അഖ്ലാഖ്, ജുനൈദ് എന്നിവരെ പോലെയുള്ള ചെറുപ്പക്കാരെയും ഈ രാജ്യത്തിന്റെ പട്ടാളത്തിൽ നിന്നിട്ട് സംരക്ഷിക്കുന്ന മനുഷ്യരെ എല്ലാവരും
എന്ത് ചെയ്തത്, ഇല്ലാതാക്കിയത്. മറ്റൊന്ന്, ഈ രാജ്യത്ത് പൗരത്വ ബില്ല് നടപ്പിലാക്കുമ്പോൾ ഒരു പ്രത്യക്ഷ സമരത്തിന് പോലും മധ്യപ്രദേശിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കമൽനാഥിന്റെ വാക്ക് കേട്ടിട്ട് അവിടെ പ്രകടനം നടത്താൻ പോലും തയ്യാറാവാതെ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ച കോൺഗ്രസിനാണോ വോട്ട് ചെയ്യേണ്ടത്, അതോ BJP-നോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നു? കോൺഗ്രസിന് മറുപടി കേൾക്കാം. കോൺഗ്രസ് നിജേഷ്, ഇതാണ് ചോദ്യം. മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്ന കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും? കൈക്ക് കുത്തിയ താമര വിരിയോ എന്നതാണ് ചോദ്യം. പൗരത്വ സുധാകരനെ വെച്ചിട്ട് പറയണം കേട്ടോ. ആയിക്കോട്ടെ, നിങ്ങളെ ചോദ്യം. ഒന്ന്, പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ആ സമരത്തിൽ പങ്കെടുത്ത് 4 ദിവസം ജയിലിൽ കിടന്ന ആളാണ്. ഞാൻ മാത്രമല്ല, കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇന്നത്തെ പ്രസിഡന്റ് K. പ്രവീൺ കുമാർ. ദേശീയ നിലപാടാണ് ഞാൻ ചോദിച്ചത്. ദേശീയ നിലപാട്. സുഹൃത്തെ, ഒരു ചെറിയ സഹിഷ്ണുതയൊക്കെ പറ്റുമല്ലോ. 57 കോൺഗ്രസ് നേതാക്കളെ, T. സിദ്ദീഖ് MLA, പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള വിദ്യാ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയെ വരെ കോഴിക്കോട്ടെ ജയിലിലടച്ചു. അടച്ചത് CRPF അല്ല, അടച്ചത് BSF അല്ല, പിണറായി വിജയന്റെ പോലീസാണ്. പിണറായി വിജയന്റെ പോലീസാണ് ഞങ്ങളെ ജയിലിലടച്ചത്. അല്ല, ഗിരീഷിന്റെ പേരിൽ ഒരു കേസുണ്ട്. ഗിരീഷ് പറ, പൗരത്വ സമരത്തിന്റെ പേരിൽ ബീച്ചിൽ വന്ന് വലിയവായ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു കേസ് ഗിരീഷിന്റെ പേരിലോ മോഹന മാഷ പേരിലുണ്ടോ? ഒരു സമരം ചെയ്തിട്ട് മോഹന മാഷ പേരിലുണ്ടോ? നിങ്ങൾ പറ. ഇവിടെ കയ്യടിക്കാൻ ഗിരീഷ്, ജീവനൊക്കെ അവിടെ നിൽക്കട്ടെ. മുസ്ലിം ലീഗ് ഈ സമരത്തിന്റെ പേരിൽ 8 ലക്ഷം രൂപ പിഴ അടച്ചിട്ടുണ്ട്. നിങ്ങളുടെ DYFIയും CPM പിഴ അടച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഈ സമരത്തിൽ ഞങ്ങൾ ശരിയായ നിലപാട് സ്വീകരിച്ചു. എന്ത് നിലപാട്? കേരളത്തിലെ മുഴുവൻ കക്ഷികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഞങ്ങൾ എന്തിന് കേരളത്തിൽ KSRTC പൊളിക്കണം? ഞങ്ങൾ എന്തിന് ഇവര് ചെയ്ത പോലെ ഈ പൊതുമുതൽ മുഴുവൻ നശിപ്പിക്കണം? ഞാൻ പറയാം ഗിരീഷേ, ആ സമരത്തിൽ കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരത്തിൽ ആ ഗേറ്റ് ചതുങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആകെ 2100 രൂപ പൊതുമുതൽ നശിപ്പിച്ച കേസുള്ളത്. ഗിരീഷ് വാദിക്കാൻ തയ്യാറുണ്ടോ? ഗിരീഷ്, ഒരു KSRTC തരത്തില്ല. ഗിരീഷ് അറിയാലോ, ഒരു സമരം വരുമ്പോ ഗിരീഷ് ഒരു സമരം വരുമ്പോ തള്ളി തുറന്നതിന് 57 ആളുകളെ ജയിലടച്ചു എന്ന് മാത്രമല്ല ഗിരീഷ് ഒരു ചില്ലും പൊട്ടിയിട്ടില്ല. ഞങ്ങളുടെ സമരം പിണറായിയോടല്ല, ഞങ്ങളുടെ സമരം നരേന്ദ്രമോദിയോടാണ്. ഞങ്ങൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ്. ഹെഡ് പോസ്റ്റ് ഓഫീസ് അല്ല, ഇതാ ഗിരീഷ് ഇവിടെ നിങ്ങളുടെ സമീപനത്തിൽ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നതിനെതിരെയാണ് ഞങ്ങളുടെ ചോദ്യം. കേന്ദ്ര നിയമത്തിനെതിരെ ഒരു നിമിഷം, കേന്ദ്ര നിയമത്തിനെതിരെ നിങ്ങൾ കേരള സർക്കാരിന്റെ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് എന്തിനാ? ഉണ്ട്. അങ്ങനെ അരുൺകുമാർ തെളിയിച്ചാൽ ഞാൻ എന്റെ രാഷ്ട്രീയ അരുൺകുമാർ തെളിയിച്ചാൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും. വെല്ലുവിളി ഏറ്റെടുക്കോ. നോക്കൂ, ഹെഡ് പോസ്റ്റ് ഓഫീസാണ് ഇവർ അന്ന് ധർണയ്ക്ക് പോയത്, അല്ലാതെ PWD ഓഫീസിലല്ല. നോക്കൂ, അതിന്റെ നേരെ അപ്പുറത്തുള്ള PWD ഓഫീസ് എന്തിനാ ആക്രമിച്ചു? പോലീസിനെ അന്നത്തെ സമരത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ ഗേറ്റ് പൊട്ടിയതല്ലാത്ത ഒരു കേസ് ഉണ്ട് എന്ന് ഗിരീഷ് തെളിയിച്ചാൽ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. ശേഷം കോഴിക്കോടും കേരളവും ചർച്ച ചെയ്യുന്നത് ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളാണ്. ഇലക്ടറൽ ബോണ്ടും പൗരത്വ നിയമ ഭേദഗതിയും വടക്കൻ കേരളത്തിലും തെരഞ്ഞെടുപ്പിന്റെ വലിയ കൊടുങ്കാറ്റാകുമെന്നത് ഉറപ്പാണ്. ഇടവേളയ്ക്ക് ശേഷം എത്തും റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം കോഴിക്കോട് നിന്നും. ഷോർട്ട് ബ്രേക്ക്. കോഴിക്കോടിന്റെ രാഷ്ട്രീയ മനസ്സിലെന്ത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം കോഴിക്കോട് ബീച്ചിൽ നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. എന്താണ് കോഴിക്കോട്ടെ അവസ്ഥ? കോഴിക്കോട്ട് ആര് മത്സരിച്ച് ജയിക്കണമെന്നാണ് ആഗ്രഹം?
LDF, UDF, BJP. LDF. എന്തുകൊണ്ട് LDF? LDF എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭരണമാറ്റത്തിന്റെ ഗതിഗതി ഒരു ഭരണമാറ്റം സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം തെരഞ്ഞെടുപ്പ് ഗവൺമെന്റിനെതിരായിട്ടാണ്. കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടായിരിക്കും. ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? അഥവാ മണ്ഡലം ആര് പ്രതിനിധീകരിക്കണം? LDF, UDF, BJP. അതൊന്നും പ്രത്യേകിച്ച് പറയല്ല. പറഞ്ഞു. BJP ജയിക്കണം. എന്തുകൊണ്ട് BJP? ഇത് രണ്ടും ഒരേ മുന്നണിയാണ് നിൽക്കുന്നത്. ഒരേ തൂവൽ പക്ഷി. നിങ്ങൾ നിർത്തിയ പോലെ തന്നെ ഒരേ അടുത്തടുത്ത് നിർത്തിയ ഒരേ ഒരാൾ മതിയായിരുന്നു അല്ലേ? ഒരേ തൂവൽ പക്ഷികളാണ്. നിങ്ങൾ ഇന്ത്യ മുന്നണി വിട്ടാൽ, കേരളം വിട്ടാൽ, പിന്നെ നിങ്ങൾ എന്തിനാ രണ്ടുപേർ മത്സരിക്കുന്ന ചോദ്യം? തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ജനങ്ങളുടെ പൊതുവെയുള്ള ചോദ്യം. ഗിരീഷ് പറഞ്ഞതല്ല, ഞങ്ങളും യെച്ചൂരിയൊക്കെ നല്ല ടേംസിലാണ്. ഗിരീഷ് ഉണ്ടോ? യെച്ചൂരിയായിട്ട് നല്ല ടേംസിലാണ്. പക്ഷേ അഖിലേന്ത്യാ സെക്രട്ടറി മോഡിജിക്ക് ശക്തി പകരാൻ BJP ആണോ ജയിക്കുന്നത്? അരുൺ പറയൂ. ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ സ്വാധീനിക്കും വോട്ടർമാരെ. അതുകൊണ്ട് പക്ഷേ നോക്കൂ, അതാണ് ചോദ്യം. നിങ്ങൾ രണ്ടുപേരും ഒറ്റ മുന്നണിയായിട്ട് മത്സരിക്കുന്നു. VK സജീവന്റെ മനസ്സിപ്പോ കുളിർമയുണ്ട്. അത് നിങ്ങൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒന്നും VK സജീവന്റെ പാർട്ടി മറ്റൊന്നുമാണ്. അല്ലല്ല, നോക്കൂ, ഇവിടെ കോൺഗ്രസ് നേതാവ് തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞല്ലോ കേരളത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണി തമ്മിലാണെന്ന് മത്സരം എന്ന് പറഞ്ഞല്ലോ. എന്തിനാണ് കേരളത്തിൽ രണ്ടായി മത്സരിക്കുന്നത്? സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് പറയൂ. സന്ദേശ സിനിമയിലെ ഡയലോഗിന്റെ പശ്ചാത്തലത്തിൽ ഈ കേരളത്തിൽ BJPയും കോൺഗ്രസുമാണ് ഒന്നിച്ചു നിൽക്കുന്നത്. ഗിരീഷ് സജീവ ചോദിച്ച ചോദ്യം ഇതാ. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് പകരം ഈനാമ്പെട്ടിയും മരപ്പെട്ടിയും, ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും തേളും എലിപ്പത്തായും ഒന്നും ആവാതിരിക്കാൻ ഇതേപോലെ ഒന്ന് ഞാൻ ചോദിക്കട്ടെ സജീവേട്ടാ. ഇപ്പൊ ഡോക്ടർ മാധവൻകുട്ടി അദ്ദേഹത്തിന്റെ മാധവൻകുട്ടി സാർ ആരായിരുന്നു RSSന്റെ? ഇപ്പം നമ്മൾ വർഷാഘോഷിക്കണ്ടല്ലോ, ആരായിരുന്നു RSSന്റെ? അദ്ദേഹത്തിന്റെ ചുമതലയൊന്നും RSSന്റെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടർ. ആ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടർ 1991-ൽ ആരായിരുന്നു? BJPയുടെ സ്ഥാനാർത്ഥി. ആരായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി? ഈ കോഴിക്കോട് നഗരത്തിൽ ഞങ്ങൾ നേരെ പറയാ, വടകര ആരായിരുന്നു സ്ഥാനാർത്ഥി? നിങ്ങളാണ് സഖ്യം ഉണ്ടാക്കിയത്. നിങ്ങളാണ് ഒന്നിച്ചു നിന്നത്. നിങ്ങളാണ് ഒന്നിച്ച് കട്ടത്. ഞങ്ങൾ ഈ കേരളത്തിൽ പക്ഷേ ഗിരീഷേ, ചോദ്യം നിങ്ങൾ BJP തമ്മിലുള്ള ബന്ധമില്ല, നിങ്ങൾ തമ്മിൽ ഒന്നാണ്. കേരളത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും തകർക്കാൻ, കേരളത്തിലെ ഈ സർക്കാരിനെ തകർക്കാൻ നിങ്ങൾ രണ്ടു കൂട്ടരും ഒന്നിച്ച് സമരം നടത്തുന്നു. നിങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നു. ഒന്നിച്ചാണോ അല്ലയോ എന്നതാണ് ചോദ്യം. നിങ്ങൾ ഒന്നിച്ചാണോ അല്ലയോ എന്നതാണ് ചോദ്യം. ഞങ്ങള് ഈ കേരളത്തിൽ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനെ ഞങ്ങൾ തോൽപ്പിക്കും, UDFനെ ഞങ്ങൾ തോൽപ്പിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. ഒറ്റ സംശയം ഞാൻ വരാം. പക്ഷെ നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിച്ചാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നിങ്ങൾ കാണുന്നത് ആരെയാ? എവിടെ? കേന്ദ്രത്തിൽ. കഴിഞ്ഞ തവണ എനിക്ക് മനസ്സിലാവും CPM എന്ന പാർട്ടിയുടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാതിരിക്കാനുള്ള നിങ്ങളുടെ അവസാനത്തെ ബസ്സാണ് ഈ തെരഞ്ഞെടുപ്പ്. സംശയമൊന്നുമില്ല. പക്ഷെ നോക്കൂ സാർ, ഇത് കേൾക്കൂ സാർ, ഈ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി പോരാടും. ആയിക്കോട്ടെ, നിങ്ങൾ പോരാടിക്കും. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരാതിരിക്കണമെങ്കിൽ 272 എന്ന നമ്പറിലേക്ക് കടക്കണമെങ്കിൽ അവിടെ 272 സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു പാർട്ടി തന്നെ വരണ്ടേ? 272 സീറ്റ് പോയിട്ട് 44 സീറ്റിൽ പോലും കോൺഗ്രസിന് ജയിക്കാനാവില്ല. പിന്നെ നിങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ 18 സീറ്റ് മത്സരിക്കുന്ന CPM എങ്ങനെ മത്സരിക്കും? BJPക്കെതിരായി നിൽക്കുന്ന ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ മതേതര പാർട്ടികൾ വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടും. ആ മതേതര പാർട്ടികളെ യോജിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ, ഇടതുപക്ഷ അധികാരത്തിലൊന്നും പങ്കുചേരാൻ വേണ്ടി പോകുന്ന അപ്പോഴേ ആലോചിക്കൂ. ഞങ്ങൾ പറയുന്നു 2004 ഈ മതേതര കക്ഷികളെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ നിശ്ചയിച്ചിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരുന്നു. ഏതെങ്കിലും കാലത്ത് പ്രതിപക്ഷ മുന്നണി ഏത് കാലത്ത് പ്രധാനമന്ത്രിയെ നിശ്ചയിച്ചത്? കേരളത്തിലുണ്ടാ? എവിടെ പൂട്ടിച്ചോ
നേമത്ത് നിങ്ങളുടെ അക്കൗണ്ട് പൂട്ടിച്ചില്ലേ? 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 തിരുവനന്തപുരം സംസ്ഥാനം പാർട്ടി മണികളും കെട്ടിവെച്ച പൈസ കിട്ടൂല. കെട്ടിവെച്ച പൈസ കിട്ടൂല. നിങ്ങളെ പ്രധാനമന്ത്രി കെട്ടിവെച്ച പൈസ കിട്ടൂല. ഞാൻ BJP മറുപടി ഗിരീഷേ, എന്റെ ചോദ്യം ഗിരീഷേ, ഒരു നിമിഷം സജീവൻ, ലളിതമായ ചോദ്യം. നിങ്ങൾക്ക് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് മാറ്റാൻ ആരെയാണ് നിങ്ങൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കാണുന്നത് എന്നാണ് എന്റെ ചോദ്യം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു 2004 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഇന്ത്യ രാജ്യത്തെ BJP വിരുദ്ധ നിലപാടെടുക്കുന്ന കക്ഷികളെ മുഴുവൻ ഞങ്ങൾ യോജിപ്പിക്കും. അതിന് ഇടതുപക്ഷം മുൻകൈയെടുക്കും. ശരി, ഡിണ്ടിഗലിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോ വലതുവശത്ത് രാഹുൽ ഗാന്ധിയുടെ കൈയും തലയും കാണുന്നു. എന്തിനാ? ഇവിടെ ഈ കേരളത്തിൽ രാഹുൽ ഗാന്ധി ദേശീയ നേതാവ് ഇവിടെ വരുന്നു. എന്നിട്ട് ദേശീയ നേതാവ് ഇവിടെ മത്സരിക്കുന്നു. അപ്പുറത്ത് BJP ആയിട്ട് ധാരണ ഉണ്ടാക്കിയിട്ട് KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിക്കെതിരായ നിലപാട് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം എടുക്കുന്നു. ഇവിടെ ഈ സർക്കാരിനെതിരായി ഈ BJPയും ഈ കോൺഗ്രസും കൂടി ചേർന്ന് UDF കൂടി ചേർന്ന് ബൈ ആയി സമരം നടത്തുന്നു, പ്രക്ഷോഭം നടത്തുന്നു. മറുപടി പറയേണ്ട ചോദ്യം. പക്ഷെ അതിനു മുമ്പ് VK സജീവൻ നോക്കൂ, അവരുടെ ഉത്തരം ചുരുക്കി പറയാം. CAL നിന്നാണ് തുടങ്ങിയത്. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. ഇതേ കടപ്പുറത്ത് CPM-ന്റെ പാർട്ടി കോൺഗ്രസ് നടന്നപ്പോ ഈ CAA ഭേദഗതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ആ പ്രമേയം എപ്പോഴാണ് CPM തിരുത്തിയിട്ടുള്ളത്? മാത്രമല്ല, ഇന്ന് കേരള ഘടകം സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണോ പശ്ചിമ ബംഗാളിലെ CPM-നുള്ളത് എന്ന് വ്യക്തമാക്കാൻ പറയാൻ ഞാൻ ചോദിക്കുകയാണ്. കോൺഗ്രസും ഇതിൽ നിന്ന് ഭിന്നമല്ല. അതായത് ഒരു കാര്യം പറഞ്ഞ് അറിയില്ല. അങ്ങനെ BJP കൊണ്ടുവന്ന ഒരു CIA നിയമം ഈ പാർട്ടി സ്വാതന്ത്ര്യത്തിന് ശേഷം നടപ്പിലാക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നത് കോൺഗ്രസും CPM തന്നെയാണ്. അതിന് തെളിവുണ്ട്. അവിടെ തെളിവുണ്ട്. പാർട്ടി കോൺഗ്രസിലെ പ്രമേയം വായിക്കണം. കോഴിക്കോട്ടെ പാർട്ടി കോൺഗ്രസിലെ പ്രമേയം ഞാൻ കൊണ്ടുതരാം. ഗിരീഷിന്റെ കയ്യിലില്ലെങ്കിൽ കൊണ്ടുവന്ന പ്രമേയം മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒറ്റുകൊടുത്തവരാണ് നിങ്ങൾ. ആ ഒറ്റുകൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ പാർട്ടി കോൺഗ്രസിലാണ് നിങ്ങൾ നിലപാട് തിരുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ പൗരത്വം മതത്തിന്റെ അടിസ്ഥാനത്തിലാക്കി നിശ്ചയിച്ചത് BJP ആണ്. പാർട്ടി കോൺഗ്രസ് അങ്ങോട്ട് പ്രമേയത്തെ കുറിച്ച് ഗിരീഷിന് അതിനെതിരായ ഞങ്ങളുടെ പോരാട്ടം. ഞാൻ ചോദിക്കുന്നത്, ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ വിഭജനത്തിന്റെ ഇരകളുള്ളത്. ആ വിഭജിക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് മതപരമായിട്ടുള്ള വിവേചനം അനുഭവിച്ച ആളുകള് അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള ബംഗാളിലെ ആ പൗരന്മാർക്ക് പൗരത്വം കൊടുക്കണമെന്ന് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള CPM പാർട്ടി കോൺഗ്രസിൽ ഇന്ത്യ രാജ്യത്ത് 11 വർഷക്കാലം ഇന്ത്യ രാജ്യത്ത് ജീവിച്ച ഭേദഗതി നിയമം ഗിരീഷ് വായിക്കണം. 2013 മുമ്പുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഈ രാജ്യത്ത്
ഒരു നിമിഷം. ഞങ്ങൾ അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. രണ്ടുപേരുടെയും തർക്കം കഴിഞ്ഞെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്ന കാര്യത്തിൽ CPM-നും കോൺഗ്രസിനും വ്യത്യസ്ത അഭിപ്രായമില്ല. പക്ഷെ അഭയാർത്ഥികളെ മതത്തിന്റെ പേരിൽ തിരിക്കുന്നതിനോട് രണ്ട് പാർട്ടികൾ ഞാൻ ചോദിക്കട്ടെ, ഇതാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, ഇതേ ആവശ്യം തന്നെയാണ് 60 വർഷം CPM ആവശ്യപ്പെട്ടത്. 60 വർഷം CPM ആവശ്യപ്പെട്ടത് ഇതേ ആവശ്യമാണ്. മതപരമായിട്ടുള്ള വിവേചനം അനുഭവിച്ച അഭയാർത്ഥികളായിട്ട് എല്ലാവരും ഇല്ല. പിന്നെ മുസ്ലിങ്ങളെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടോ? മുസ്ലിങ്ങളെ ഒഴിവാക്കണമെന്ന് CPM ഏത് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത്? അതിനെ കൂട്ടിക്കൊടുക്കരുത്. ഇന്ത്യ രാജ്യത്ത് ആർക്ക് വേണമെങ്കിലും പൗരത്വം എടുക്കുന്നതിന് തടസ്സമില്ല. പക്ഷെ CAA അത് സ്പെഷ്യലാണ്. വിഭജനാനന്തരം സമ്മതിച്ചു. പക്ഷേ എന്തുകൊണ്ട് ശ്രീലങ്കയില്ല, എന്തുകൊണ്ട് മ്യാൻമാർ ഇല്ല, എന്തുകൊണ്ട് ഭൂട്ടാനില്ല? ഞാൻ ചോദിക്കുന്നത് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മതന്യൂനപക്ഷമാരാ? അഹമ്മദിയ അടക്കമുള്ള മുസ്ലിങ്ങളുണ്ട്, അഹമ്മദീയരുണ്ട്, മുസ്ലിങ്ങളിൽ തന്നെ വിശ്വാസികളും അവിശ്വാസികളുമായവരുണ്ട്. 60 വർഷം CPM കോൺഗ്രസും ആവശ്യപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അഭയാർത്ഥികൾക്കെല്ലാം അഭയാർത്ഥികൾക്കാണ് പൗരത്വം കൊടുക്കുന്നത്. ശരി, സമ്മതിച്ചു. ഒരു അഭിപ്രായം കൂടി. ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടല്ല. 15 വർഷക്കാലത്തോളം രാഘവനോട് MP ആയിരുന്നു. അതെ. എന്ത് വികസനമാണ് അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ളത്? കോഴിക്കോട് മാറി കണ്ടില്ലേ നിങ്ങൾ? ഒരു വികസനം ചെയ്തിട്ടില്ല, ഒരു മാറ്റം കോഴിക്കോട് ഉണ്ടായിട്ടില്ല. എന്ത് മാറ്റം? MK രാഘവൻ രാഘവേട്ടനായി മാറിയില്ലേ? രാഘവൻ കോൺഗ്രസ് വലിയ മാറ്റമല്ലേ? അല്ലേ? 50% ഫണ്ട് ലാപ്സാക്കിയ ഏക MP-യിൽ ഒരാളാണ്. ഒരു മെഡിക്കൽ കോളേജ് പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരു കല്ല് കാണിച്ചെന്ന ഞങ്ങൾ വോട്ട് ചെയ്യാം. ഓക്കെ. എന്താ ഇവിടെ ഈ മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്ന് ആഗ്രഹം? പൊതുവെ രാഘവേട്ടൻ ജയിക്കണം എന്നാണ് ആഗ്രഹം. എന്തുകൊണ്ട് രാഘവേട്ടൻ ജയിക്കണം? രാഘവേട്ടൻ സൗമ്യനാണ്, നാടിന്റെ രാഘവേട്ടനാണ്. ആണോ? അങ്ങനെ തന്നെയാണോ അഭിപ്രായം? UDF ജയിക്കണം. അതെ, UDF ജയിക്കണം എന്നാണ് ആഗ്രഹം അല്ലേ? ഓക്കെ. ഞാൻ ബാക്കി സാർക്കൊപ്പം എന്താണ് റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം പരിശോധിക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ നിന്നുമാണ് തത്സമയം നമ്മൾ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ഇവിടെ രണ്ടുപേർ പ്രതികരിക്കാൻ കാത്തു നിൽക്കുന്നു. പറഞ്ഞു. CAയും മറ്റു കാര്യങ്ങളെല്ലാം നിൽക്കട്ടെ, അതൊക്കെ ഒരു വിഷയമാണ്. അതിനപ്പുറമുള്ള ഒരു വിഷയം, ഇവിടെ കൂടി നിൽക്കുന്നവരിൽ 90% യുവാക്കളാണ്. ഈ യുവാക്കളുമായി ബന്ധപ്പെട്ട് അവിടെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടപ്പെട്ടത് ഈ BJP-യുടെ ഭരണകാലത്താണ്. 2 കോടി തൊഴിൽ ഓരോ വർഷവും കൊടുക്കുമെന്ന് വാഗ്ദാനം നൽകിയിട്ട് തൊഴിൽ കൊടുത്തിട്ടില്ല. ഹങ്കർ ഇൻഡെക്സ് ഏറ്റവും കുറവ്, പാകിസ്ഥാനിലേക്കാൾ താഴെ പോയി. ഹാപ്പിനെസ് ഇൻഡെക്സ്, എല്ലാ ഇൻഡെക്സിലും ഇന്ത്യ രാജ്യം താഴോട്ട് പോയി. പെട്രോളിന്റെ വില, ഡീസലിന്റെ വില, ഡോളറിന്റെ മൂല്യം എല്ലാം മുകളിലോട്ട്, ഡോളറിന്റെ മുകളിലോട്ട് എല്ലാം മുകളിലോട്ട്. അത് പ്രത്യേകിച്ച് തീർത്തും അവഗണനയുള്ള ഒരു ഭരണമായിരുന്നു കഴിഞ്ഞ 10 വർഷം. എന്താണ് യൂത്തിന് ചെയ്തത് എന്നുള്ളത് BJP-യോടാണുള്ളതിലുള്ള ചോദ്യം. രണ്ടാമത്തത് കോൺഗ്രസിന്റേതായാലും CPM-ന്റേതായാലും ചോദ്യം. അതായത് ഇവർ രണ്ടുപേരും തർക്കിക്കുന്നത് ആരായിരുന്നാലും ശരി, ഏറ്റവും വിശ്വാസയോഗ്യമായത് ആര് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. അവർ സോഷ്യൽ മീഡിയ അത് ജനങ്ങൾക്കറിയാം. ഇവിടുത്തെ വിഷയങ്ങൾക്ക് വളരെ കർമ്മതമായി സംസ്ഥാനത്തിന്റെ വിഷയങ്ങൾക്ക് ആരാണ് വളരെ ശക്തി ആരായിരിക്കും ജനങ്ങൾ ഒന്ന് ചോദിക്കണം. പറയൂ, ആരായിരിക്കും ഇവിടെ സംസ്ഥാനത്തിന് വേണ്ടി വെക്കുന്നത്? ആരാണ് ഇതാ പറഞ്ഞ് പറയപ്പെട്ടു? LDF അല്ലാതെ ആര്? അതാണോ? അത് ശരി. പറഞ്ഞു. ഇവിടെ എന്താ സാധ്യത? ആര് ജയിക്കണം? എന്തുകൊണ്ട്? മൈക്ക് BJP-യോട് ചോദിക്കണം. BJP-യോടാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രി ഇലക്ഷന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പൗരന്റെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലെന്നേ. 15 ലക്ഷം രൂപ വരെ കൊണ്ടുവരാവുന്ന കള്ളപ്പണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. വേറെ ഒരു ക്വസ്റ്റ്യൻ പറയാനുള്ളത് നമ്മളെ കേരളത്തിനെ പോലെ സ്വാതന്ത്ര്യത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ പറ്റുന്ന ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം അല്ലേ? ഇനി ഇവിടെ എന്താ അവസ്ഥ? കേരളത്തിൽ എന്തായാലും CPM തന്നെ വരണം. CPM നല്ല സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ട്. മാത്രല്ല സിവിൽ സപ്ലൈസ് സാധനമുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ടോ? അതൊക്കെ പോട്ടെ, പെൻഷൻ കിട്ടുന്നുണ്ടോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം. അതാണ് ഏറ്റവും വലുത്. സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റണം. അതിവിടെ കിട്ടുന്നുണ്ട് കേരളത്തിൽ. എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താ സ്ഥിതി? മനസ്സമാധാനത്തോടെ കിടന്നിറങ്ങാൻ പറ്റുന്നുണ്ടോ? ഒരു വിഭാഗത്തെ മുഴുവനും മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന BJP അധികാരത്തിൽ നിന്ന് പോവണം.
ഏത് പാർട്ടി വന്നാലും ശരി BJP അധികാരത്തിൽ നിന്ന് പോകണം. ഇവിടെ CPM തന്നെ വരണം. അതെ, ഇവിടെ CPM വരണം, BJP അധികാരത്തിൽ നിന്ന് പോകണമെന്നാണ്. എന്താ ചേട്ടാ അഭിപ്രായം? ഇന്ന് 2 വയസ്സുള്ള ഒരു കുട്ടിയാണ് കേരളത്തിൽ മരിച്ചത്. അച്ഛൻ കൊന്നിട്ട്. അല്ല, അതും സർക്കാർ തമ്മിൽ എന്താ ബന്ധം? സംസ്ഥാനം വെച്ചേ വേറെ ഏത് സംസ്ഥാനത്താ ചോദിച്ചേ? ഈ സംസ്ഥാനത്ത് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, ആ കുട്ടി മരിച്ചത് എങ്ങനെയാ? ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, കുട്ടി മരിച്ചത് എങ്ങനെയാ? സംസ്ഥാനത്ത് അല്ല, കുട്ടി മരിച്ചത് എങ്ങനെയാ? എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇവിടെയാണ് കൂടുതലുള്ളത്. അല്ല, കുട്ടി മരിച്ചത് സർക്കാർ തമ്മിൽ എന്താ ബന്ധം? ഏറ്റവും കൂടുതൽ അല്ല, കുട്ടി മരിച്ചത് സർക്കാർ തമ്മിൽ എന്താ ബന്ധം? CPM-നോടാണ് നിലവിലെ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞു. പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നെ കോൺഗ്രസ് അതിശക്തമായി നമ്മൾ അതിനെ എതിർക്കുന്നുണ്ട്. അല്ല ഇവിടെ CPM ഇവിടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് പല റാലികളും പല പ്രക്ഷോഭങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ ഇത് ക്രിയാത്മകമായി നടപ്പിലാക്കണമെങ്കിൽ ഇവിടെ ഇന്ത്യ മുന്നണി ഇവിടെ അധികാരത്തിൽ വരണം. അത് CPM എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നടത്തുന്നത് ഇരട്ടത്താപ്പാണ്. കാരണം ഇവർ ഏതൊരു പ്രധാനമന്ത്രിയെ പോലും കാണിക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ് CPM. പിന്നെ ഇത്രയും ഭരണം വെച്ചിട്ട് ആളുകൾ വോട്ട് ചെയ്യുന്ന പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇവിടെ നിങ്ങൾ 8 വർഷത്തോളായുള്ള ഇവിടെ ഭരിക്കുന്നത്. ഇവിടെ പെൻഷൻ കുടിശ്ശിക 7 മാസത്തെ പെൻഷൻ കുടിശ്ശിക 1600 രൂപ ഇപ്പോഴും കൊടുക്കാനാണ്. 11,600 രൂപ ഇവിടെ കൊടുക്കാനാണ്. അവിടെ നിൽക്കട്ടെ, കെട്ടിട നികുതി, പെർമിറ്റ് ഫീസ്, ഡീസൽ സെസ്, വൈദ്യുതി ബില്ല്, വെള്ളക്കരം, ഇവിടെ എണ്ണിയാൽ സർവ്വതിനും കൂട്ടി. പിന്നെ ഈ കേരളം ഭരിക്കാത്ത ഇവരാണോ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ആ ചോദ്യത്തിന് മറുപടി. നിജേഷിൽ തുടങ്ങാം. ഓരോ മിനിറ്റ് വീതം നമുക്കുള്ളൂ പരമാവധി. 1 മിനിറ്റ്, നമുക്ക് 1 മിനിറ്റ് ചർച്ച ചെയ്ത് തീർക്കണം. 1 മിനിറ്റ് അവസരം 1 മിനിറ്റേ ഉള്ളൂ. ആർക്കാണെങ്കിലും 1 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് ചോദ്യം സെലക്ട് ചെയ്യാം. എല്ലാത്തിനും മറുപടി പറഞ്ഞോ. ഇവിടെ തുടങ്ങിയോ. ആദ്യം ചോദിച്ചത് നരേന്ദ്രമോദി നേരിട്ട് ഫംഗ്ഷൻ നടത്തിയിട്ടാണ് UPSC മുഖാന്തരം കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ 3.25 കോടി അപ്പോയിന്റ്മെന്റ് ഈ രാജ്യത്ത് പ്രഖ്യാപിച്ചത്. പരസ്യമായിട്ടാണ് പ്രഖ്യാപിച്ചത്. പത്രം വായിക്കണം. ശരി, ആ ചേച്ചി ചോദിച്ച ചോദ്യം ദേശാഭിമാനി മാത്രം വായിച്ച പോരാ. ആ ചേച്ചി ചോദിച്ച ചോദ്യം ആ ചേച്ചി ചോദിച്ച ചോദ്യം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ആദ്യം ഉയർത്തിയത് ടോം ബഡക്കറാണ്. അദ്ദേഹം തെറ്റിതിരുത്തി ഇന്ന് BJP-യിലാണ്. ടോം ബഡക്കർ ഇന്ന് BJP-യിലാണ്. ഏറ്റവും ആദ്യം ചർച്ചയിൽ ആ വിഷയം ഉന്നയിച്ചത് ടോം ബഡക്കറാണ്. എനിക്ക് തെറ്റുപറ്റിയതാണ്, ഹിന്ദി മനസ്സിലാക്കിയത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനമുള്ളതാണ് കേരളമല്ലേ? മനസ്സമാധാനം ആ മനസ്സമാധാനം ഉണ്ടാക്കാൻ, കേരളത്തിൽ മനസ്സമാധാനം ഉണ്ടാക്കാൻ SFI ഭീകരത അവസാനിപ്പിച്ചാൽ മാത്രം മതി. കേരളത്തിലെ സ്ത്രീ പീഡനത്തിൽ 1ാം സ്ഥാനത്താ. നീതി ആയോഗിന്റെ എല്ലാ മാനദണ്ഡങ്ങളിലും കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഈ ഏട്ടന്റെ പാർട്ടി ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോ, സജീവേട്ടന്റെ പാർട്ടി ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോ 1ാം സ്ഥാനം കേരളത്തിന്. 2 പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സഹോദരൻ ചോദിച്ച ചോദ്യം. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി. പത്രക്കാരെ പരിഹസിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് രാത്രി ആലോചിക്കട്ടെ, നാളെ പറയാം. നേരം വെളുത്തില്ല കോൺഗ്രസിന് ഇതുവരെ. ഇതുവരെ ഒരു നിലപാട് അതിനെ സംബന്ധിച്ച് പറഞ്ഞോ? ശരി. എല്ലാ നിലയിലേക്കും ഈ മാർച്ച് മാസത്തോടുകൂടി കേരളത്തിന്റെ തനത് വരുമാനം നമ്മുടെ ഖജനാവിലേക്ക് വരുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. കേന്ദ്ര സർക്കാർ ഈ കേരളത്തെ എന്തുകൊണ്ട് രാഷ്ട്രീയ ചോദ്യത്തിന് എന്തുകൊണ്ട് ഒരുമിച്ച് മത്സരിക്കുന്നു? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് ശത്രു BJP ആണ്. അതുകൊണ്ടാണ് രാജസ്ഥാനിലും നേരത്തെ ജനതാദളിന്റെ മുന്നണിയായ ബാഗേപ്പെട്ടിൽ നിന്ന് ഇവർ വന്നപ്പോൾ ഞങ്ങൾ ചിക്കബല്ലാപൂരൊക്കെ കൊടുത്ത് മത്സരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ CPM മറ്റു സ്ഥലത്ത് ഇവിടെ എന്തുകൊണ്ട് മത്സരിക്കുന്നു? അതാണ് അവരുടെ ചോദ്യം. ഇവിടെ പ്ലീസ് സർ, ഇവിടെ ഞങ്ങൾ
ഒറ്റയ്ക്ക് BJPക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ചോദ്യം. ഇദ്ദേഹം പറഞ്ഞു രാഘവേട്ടൻ ലാപ്സ് ആക്കിയെന്ന്. ഞാൻ ഇദ്ദേഹത്തോടും ചോദിക്കുന്നു ഒരു ചില്ലിക്കാശ് രാഘവേട്ടൻ ലാപ്സ് ആക്കിയെന്ന് തെളിയിച്ചാൽ രാഘവേട്ടന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിൻവലിക്കും. വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസ് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ രാഘവേട്ടൻ, MK രാഘവൻ, ഒരു ചില്ലിക്കാശ് പാഴാക്കി എന്ന് തെളിയിച്ചാൽ ആ സ്ഥാനാർത്ഥിത്വം തന്നെ പിൻവലിക്കാമെന്നുള്ള ഉശിരുള്ള ഉറപ്പോട് കൂടി ചർച്ച നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. കണ്ണൂരിൽ നിന്നാണ് നാളെ കുരുക്ഷേത്രം വൈകുന്നേരം 6:55 പ്രേക്ഷകർക്കൊപ്പം എത്തുക. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. താങ്ക് യു.